നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. നിങ്ങളുടെ മനസ്സും ചിന്തകളും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് നിങ്ങളുടെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് 1000 സുഹൃത്തുക്കൾ ഉള്ളത് അത്ഭുതമല്ല. മറിച്ച് ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് എതിരെ നിൽക്കുമ്പോൾ ഒരാളെങ്കിലും നിങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് അത്ഭുതം. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ചെവിയുടെ അടുത്ത് വായയും ഉണ്ടെന്ന് ഓർമ്മ വേണം. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കൂടുതൽ വെളിച്ചം നിങ്ങളെ അസ്വസ്ഥനാക്കും. കുറച്ച് ഇരുട്ടും അത്യാവശ്യമാണ്. അതുപോലെയാണ് ജീവിതവും. സുഖവും ദുഃഖവും ആവശ്യമാണ്. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ചുറ്റുപാടുകൾക്കൊത്ത് പരിമിതപ്പെടുത്തുന്നു. ആരെയും നമ്മോട് സംസാരിക്കാനും സ്നേഹിക്കാനും നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ കൂടെ കാണും, അല്ലാത്തവർ പോകേണ്ടവർ തന്നെയാണ്. വിജയത്തിനായി നിങ്ങൾ പരാജയത്തെ അന്വേഷിക്കണം. എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എല്ലാം വിധി പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ വെറും 10% മാത്രമാണ് വിധി. ബാക്കി 90% നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും. ചെളിയിലാണ് താമര വിരിയുന്നത്. എത്ര മോശം സാഹചര്യത്തിലും ആത്മബലം കൈവിടാത്തവർക്ക് വിജയം സുനിശ്ചിതമാണ്. 100 ഭീരുക്കൾ ചേർന്നാലും ധീരമായ ഒരു തീരുമാനം ഉണ്ടാവില്ല. സന്തോഷം എന്നത് ഒരു സ്ഥലമല്ല, ഒരു പ്രക്രിയയാണ്. സന്തോഷമായി തുടരാൻ ശരിയായ മനോഭാവം ആവശ്യമാണ്. അസന്തുഷ്ടിയുടെ പ്രാഥമിക കാരണം ഒരിക്കലും സാഹചര്യമല്ല, അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മുൻപ് സ്വയം സ്നേഹിക്കുക. പഠനങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ദീർഘനേരം കെട്ടിപ്പിടിക്കുക. 20 സെക്കൻഡിൽ കൂടുതൽ ആലിംഗനം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ആശ്വാസവും വിശ്വാസവും നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.